പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സൈം സന്ധ്യയും റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന് ഒരു തിരുവചനം സംസാരിപ്പാൻ കർത്താത്ത സാവകാശന ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസിലിൻ സുരേഷി റോഡ്, മറ്റ് അഡ്മിൻസ് മമ്പേഴ്സ് ക്രിസ്തുവിലേശുവിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദത്തെ അറിയിക്കുന്നു. പതിവ് പാട്ട് പാടി വചനഘോഷത്തിൽ പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. खुदावन तेरी सना हो, खुदावन तूले जलाल, खुदावन तेरी सना हो, खुदावन तूले जलाल, शहन शाहे मसीहा खादम उल कमाल, शहन शाहे मसीहा खादम उल कमान, जलाल 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 तेरा है, जलाल तेरा है जलाल. जिंदा खुदा के चरणों में आके चैन जब पाया, पाक खुदा के रूह से हमने जीवन पाया. जिंदा खुदा के चरणों में आके चैन जब पाया, पाक खुदा के रूह से हमने जीवन पाया. जलाल 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 तेरा है, जलाल तेरा है जलाल. खुदावन तेरी सना हो, खुदावन तूले जलाल, शहन शाहे मसीहा कादम उल कमान, शहन शाहे मसीहा खादम उल कमान. जलाल 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 तेरा है जलाल. एल शदाई भी तू, अदोनाई भी तू, एल शदाई भी तू, अदोनाई भी तू, तू यहोवा है तूले जलाल, जलाल 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 तेरा है जलाल, तेरा है जलाल. इज्जत अजमत और परस्तीरा तुझको भी मिलते रहे, शौकत इस्मत और बेनुगी तुझको ही देते रहे. इज्जत अजमत और परस्तीरा तुझको ही मिलते रहे, शौकत इस्मत और बेनुगी तुझको ही देते रहे. जलाल 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 तू है रे जलाल, तेरा है जलाल. एल शदाई भी तू, अदोनाई भी तू, एल शदाई भी तू, अदोनाई भी तू, तू यहोवा है तूले जलाल, जलाल 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 तू है जलाल, तेरा ही जलाल, तेरा ही जलाल, तेरा ही जलाल. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ ഒരു വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതിനാധാരമായി ഞാൻ വായിക്കാൻ പോകുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. ഫിലിപ്പോസ് അവരോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം,
എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്നാണ്. ഫിലിപ്പോസിനോട് കർത്താവ് പറയാണ്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് കർത്താവ് ഫിലിപ്പോസിനോട് പറയുന്ന ഭാഗമാണ്. പ്രിയരെ, നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ഒരു അപ്പോസ്തലനായ ഫിലിപ്പോസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഫിലിപ്പോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില സവിശേഷതകൾ, ചില പ്രത്യേകതകൾ നമുക്ക് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നാം എപ്പോഴും പത്രോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതലായി പറയുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. എന്നാൽ ഫിലിപ്പോസിനെ കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് ബെത്സൈദ നഗരക്കാരനായിരുന്നു. ഗ്രീസിലും സിറിയയിലും ഫ്രിഗ്യയിലും സുവിശേഷം പ്രസംഗിച്ചവനാണ് ഫിലിപ്പോസ്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നാം ഫിലിപ്പോസിനെ കാണുന്നത് യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവത്തിലാണ്. അതുകൂടാതെ നഥനയേലിനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിൽ ഫിലിപ്പോസിന് ഒരു വലിയ പങ്കുണ്ട്. നഥനയേലിനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നതിന് ഫിലിപ്പോസിന് ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇവിടെ ഫിലിപ്പോസിൻ്റെ വിശ്വാസത്തിൻ്റെ ശോധന നാം ചിന്തിക്കുമ്പോൾ ഫിലിപ്പോസിൻ്റെ വിശ്വാസ ജീവിതത്തിലെ ചില സവിശേഷതകളെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഫിലിപ്പോസിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഒന്ന്, ആൻസർ ഗോഡ്സ് കോളിംഗ്. ദൈവം വിളിച്ചാൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം അതിന് ഉത്തരം കൊടുക്കണം. ആൻസർ ഗോഡ്സ് കോളിംഗ്. ഇന്നത്തെ സുവിശേഷ ഗോളത്തിൽ നമുക്കറിയാം, പലർക്കും ദൈവവിളി ഉണ്ട് എന്ന് അവർ അഭിമാനിക്കുന്നെങ്കിലും ദൈവവിളി ഇല്ലാതെയാണ് അവരുടെ ഇറക്കം, അവരുടെ രംഗപ്രവേശം. ദൈവവിളി ഉള്ളവർക്ക്, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്ദർശനം എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ വിളി ലഭിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ് പ്രിയമുള്ളവരെ? നമ്മളെ കർത്താവ് വിളിച്ചാൽ നമ്മളെന്താണ് കർത്താവിന് കൊടുക്കുന്ന മറുപടി? ഇവിടെ നമുക്കറിയാം, ശമൂവേലിനെ ദൈവം വിളിച്ച ഭാഗം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ശമൂവേൽ പറയാണ്, അടിയൻ ഇതാ അരുളി ചെയ്യണമേ. 1 അല്ല 2 അല്ല 3 പ്രാവശ്യമാണ് അവിടെ ശമൂവേലിനെ ദൈവം വിളിക്കുന്നത്. കർത്താവിൻ്റെ ഇമ്പസ്വരത്തിൻ, പ്രിയമുള്ളവരെ, നമ്മുടെ കാതുകളിൽ നമുക്ക് കൊടുക്കാം. എപ്പോഴാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്? കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ മറുപടി തക്ക സമയത്ത് കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വഴി ഒരു പ്രത്യേക സംതിങ് സ്പെഷ്യലായിരുന്നു. ഈ ഫിലിപ്പോസിൻ്റെ വിളിയും ഫിലിപ്പോസ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43-44 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പോകുമ്പോൾ പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വിളി വ്യത്യസ്ത തരത്തിലായിരിക്കും. യോഹന്നാൻ 1:45 ഇവിടെ കാണുന്നത്, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അവിടെ ഫിലിപ്പോസ് നഥനയേലിനോട് പ്രസ്താവിക്കുകയാണ്. ആരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ വ്യക്തിയെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം ദൈവത്തിൻ്റെ വിളി നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവർ, അത് നമ്മുടെ കഴിവോ യോഗ്യതയോ നമ്മുടെ പോസ്റ്റോ ഒന്നുമല്ല കർത്താവിൻ്റെ പ്രശ്നം. മറിച്ച് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഒരു ഹിതം, ഒരു പ്ലാൻ, ഒരു പദ്ധതി, ഒരു 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 ഉദ്ദേശമുണ്ട് നമ്മളെക്കുറിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പ്ലാനുണ്ട് പ്രിയമുള്ളത്. ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ഉദ്ദേശമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ഉദ്ദേശം എന്താണ്? നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എന്നെക്കുറിച്ച് നിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ വിളി അറിയാതെ, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ പർപ്പസ് അറിയാതെ നാം എടുത്തു ചാടരുത്. പലർക്കും ഇതാണ്, അവർ കർത്താവ് വിളിച്ചിട്ടുണ്ടോ വിളിച്ചില്ലേ എന്ന് അവർക്കറിയില്ല. കർത്താവിനോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, നീ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം കാണാതെ
നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആത്മീയജീവിതത്തിൽ നമുക്ക് ഒന്നും നേടുവാൻ കഴിയില്ല. ഭൗതികത്തിലൊക്കെ പലതും നേടാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ആത്മീയ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. എനിക്ക് പരിചയമുള്ളൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. വലിയ പാവം ഒന്നുമില്ലാതെ കടന്നു വന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയൊരു കോടീശ്വരനായി. കുറഞ്ഞ ഒരു 10 കോടിയുടെ എങ്കിലും വരുമാനം അദ്ദേഹത്തിന് പലതരത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു സ്കൂളുണ്ട്, അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. സൺഡേ ആരാധനയിൽ അദ്ദേഹത്തിൻ്റെ കൂടാൻ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടും ഒരു വ്യക്തി പോലും അദ്ദേഹത്തിൻ്റെ കൂടെയില്ല. അദ്ദേഹത്തിന് ബസ്സുണ്ട്, കാറുണ്ട്, എല്ലാ വാഹനങ്ങളും ഉണ്ട്. എല്ലാ ആഴ്ചയിലും അദ്ദേഹം ബൈബിൾ ട്രാക്റ്റ് അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. ഏതെങ്കിലും പാസ്റ്റർമാർ വടക്കേന്ത്യയിൽ വന്ന് അദ്ദേഹം അവരെ വിളിച്ച് ക്ഷണിച്ച് അവരെ സൽക്കരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ആത്മാക്കളില്ലെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ കൂട്ടു സഹോദരന്മാർ മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ വിശ്വാസികളും അവിടെ വലിയ ആരാധന നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാധനയിൽ ആ ആലയത്തിൽ അവിടെ ആളില്ല. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് കർത്താവിനൊരു പർപ്പസ് ഉണ്ട്. ആ ഗോഡ്സ് വില്ലിങ്സ്, ആ ഗോഡ് പ്ലാൻസ് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അറിയാതെ നമ്മൾ ആ ഒരു വിഷയമായിട്ട് ദൈവസന്നിധിയിൽ ദൈവിക പ്രവർത്തനമാണെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് കാര്യമില്ല. അവിടെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. ഇവിടെ യോഹന്നാൻ 6:44 പറയുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: വി ഡിഡ് നോട്ട് ചോസ് ഗോഡ്, ബട്ട് ഗോഡ് ചൂസ് അസ്. നമ്മൾ ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ദൈവം, പ്രിയമുള്ളവരെ, നമ്മളെ തിരഞ്ഞെടുക്കും. ദൈവം നമ്മളെ തക്ക സമയത്ത് വിളിക്കും. ദൈവം നമ്മളത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. നമ്മൾ ശരിയായ ആത്മീകനാണെങ്കിൽ, ശരിയായ ആത്മീക കാഴ്ചപ്പാടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന നമ്മുടെ കർത്താവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഫിലിപ്പോസിനെ പോലെ, പ്രിയമുള്ളവർ, നമുക്കും കർത്താവിൻ്റെ സ്വരത്തിനായി, ആ ഇമ്പസ്വരത്തിനായി നമുക്ക് കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവേ അടിയനിതാ, കർത്താവേ നീ എന്നോട് കൽപ്പിച്ചാലും, കർത്താവേ നീ എന്നോട് അരുളി ചെയ്താലും ഞാൻ എന്താണ് നിനക്ക്, ഞാൻ ഏത് പ്രവർത്തനമാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പ്രവർത്തിച്ചെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണം? അത് കർത്താവ് നിങ്ങളെ വെളിപ്പെടുത്തും. അതിനുവേണ്ടി നിങ്ങൾ കർത്തസന്നിധിയിൽ നിലവിളിയോടുകൂടി കാത്തിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ തക്ക സമയത്ത് വെളിപ്പെടുത്തും. അതുകൊണ്ട് എന്താണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്? കർത്താവിന് ഓരോരുത്തരെ കുറിച്ച് വിളിയുണ്ട്, കർത്താവിനൊരു പദ്ധതിയുണ്ട്, കർത്താവിന് ഓരോരുത്തരെ കുറിച്ച് പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ പോയിന്റ്, പ്രിയമുള്ള, നമ്മൾ ഫിലിപ്പോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗോഡ് ക്യാൻ യൂസ് ദ ബാഡ് ഫോർ ദ ഗുഡ്. യോഹന്നാൻ 1:45-46 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറയുക. അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. നസ്രത്താണ് ഇവിടുത്തെ കേന്ദ്രം, നസ്രത്താണ് ഇവിടുത്തെ ടാർഗറ്റ്. ആ നസ്രത്തിൽ നിന്ന് ആരെങ്കിലും പഴയ നിയമത്തിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ആ വെളിപ്പാടനുസരിച്ച് ആര് എപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം, എല്ലാ ബൈബിൾ പഠിക്കുന്നവരുടെ ലക്ഷ്യം ആ നസ്രത്തിലാണ്. അതാണ് അദ്ദേഹം ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. നഥനയേൽ said, can anything good come out of Nazareth? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും കടന്നു വരുമോ? നസ്രത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രിയമുള്ളവരെ, നസ്രത്തിന്റെ നല്ല സ്വഭാവം ആരും പറയുന്നില്ല. ദുഷ്ടന്മാർ മാത്രം അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് നസ്രത്ത്. അവിടെ ജനം മുൻവിധിയോടാണ് നസ്രത്തിനെ കാണുന്നത്. ജനം തള്ളിക്കളഞ്ഞിരിക്കുന്ന പ്രദേശമായ നസ്രത്തിൽ നിന്ന് യേശു കടന്നു വരികയാണ്. ലോകക്കാർ തള്ളും, ലോകക്കാർ നമ്മളെ കണ്ടിലും നടിക്കും, ലോകക്കാരുടെ ദൃഷ്ടിയിൽ നമുക്ക് കഴിവില്ല. പക്ഷെ അവിടെ നിന്നാണ് യേശു കടന്നു വരികയാണ്. അവിടെ നിന്നാണ് യേശു വെളിപ്പെടാൻ പോകുന്നത്. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടല്ല ദൈവത്തിൻ്റെ പ്ലാൻ. അതുപോലെ തന്നെ നമുക്കറിയാം, അന്ധകാര നിബിഡമായിരുന്നു ആ സ്ഥലം. നസ്രത്തിൽ നിന്ന് യേശുവിൻ്റെ വരവോടുകൂടി അതെന്തായിത്തീരുന്നു? അന്ധകാരം, ഡാർക്ക്നെസ് മാറി അത് പ്രകാശമായി മാറുകയാണ്.
ആ പ്രദേശത്തിന് ഐശ്വര്യം ഉണ്ടാകുക, അവിടെ വെളിച്ചം വരികയാണ്. അതുപോലെ തന്നെ ബെത്സൈദ പ്രിയമുള്ള നല്ലൊരു റെപ്യൂട്ടേഷനുള്ളൊരു സ്ഥലം അല്ലായിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ നിന്ന് കടന്നു വരുന്ന ആര്? ഫിലിപ്പോസ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ ലോകം തള്ളിയിട്ടിരിക്കുന്ന, ലോകം വേണ്ടെന്ന് വെക്കുന്ന, ലോകത്തിന് മുമ്പിൽ റെപ്യൂട്ടേഷൻ ഇല്ലാത്ത സ്ഥലമായാലും വ്യക്തിയായാലും കർത്താവിന് അവരെയാണ് ആവശ്യം. കർത്താവ് അവരെയാണ് വിളിക്കാൻ പോകുന്നത്. കർത്താവ് അവരെയാണ് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, ബെത്സൈദ നിനക്ക് കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു. കാരണം ബെത്സൈദയിലും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലും കർത്താവ് ഒത്തിരി സന്ദർശനം നടത്തിയതാണ്. പക്ഷെ അവിടെ ആരും ഗുണപ്പെട്ടില്ല, അവരാരും മാനസാന്തരപ്പെട്ടില്ല, അവരാരും കർത്താവിനെ അംഗീകരിച്ചില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും അതിനെ മെച്ചമാക്കുവാൻ കർത്താവിന് കഴിയും നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യമാവട്ടെ, ഏത് ദുഃഖാവസ്ഥയാകട്ടെ, ഏത് ഞരങ്ങിയ ഇടുങ്ങിയ അവസ്ഥയാവട്ടെ, അതിനെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മോശമായതിനെ മെച്ചമാക്കുവാൻ കർത്താവ്, ബാഡായിട്ടുള്ളതിനെ ഗുഡാക്കുവാൻ കർത്താവ് തയ്യാറാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കുശവന്റെ കയ്യിലെ പാത്രം പോലെ ഹല്ലേലൂയ അവൻ നമ്മളെ മെനയണം, അവന് വേണ്ടി നമ്മൾ സറണ്ടർ ചെയ്യണം. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: തിരുക്കരത്താൽ വഹിച്ചു എന്നേ തിരുഹിതം പോൽ നടത്തേണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. ആ കുശവന്റെ കയ്യിലെ ഒരു മൺപാത്രം പോലെ പ്രിയമുള്ളവർ നമ്മൾ കർത്താവിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവൻ നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അവന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. കർത്താവിൻ്റെ ഹിതം അറിയുവാൻ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, ഗോഡ് ക്യാൻ യൂസ് യു ടു അച്ചീവ് ഹിസ് പർപ്പസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നിന്നെ യൂട്ടിലൈസ് ചെയ്യുവാൻ കർത്താവിന് കഴിയും, നിന്നെ ഉപയോഗിക്കുവാൻ കർത്താവിന് കഴിയും. ഇവിടെ നമുക്കറിയാം, ക്രിസ്തുവിനെ കണ്ട ഫിലിപ്പോസ്, ഹല്ലേലൂയ, ദൈവവിളി കേട്ട ഫിലിപ്പോസ് വെറുതെ ഇരുന്നില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരെ നേടുവാൻ വേണ്ടി ഫിലിപ്പോസ് ഇറങ്ങിത്തിരിക്കുക. ഹല്ലേലൂയ. ഫിലിപ്പോസിന്റെ അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഫലമാണ് ഒന്നാമത്തെ ഒരു ഭക്തനാകുന്ന ശിഷ്യൻ, അതാണ് നഥനിയേൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ ഇത്ര പേരെ നേടി, ഞാൻ ഇന്നവരെ ഞാനാണ് കൊണ്ടുവന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ ഫിലിപ്പോസിന്റെ ഒന്നാമത്തെ അധ്വാനമാണ് നമുക്ക് പിന്നീട് നമ്മൾ കാണുന്ന നഥനിയേൽ. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ടെന്ന് പ്രിയമുള്ളവർ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. സുവിശേഷങ്ങളെ മറ്റുള്ളവരുമായി നമുക്ക് പങ്കിടാം. ഹല്ലേലൂയ. നഥനിയേലിനെ അനേകം നഥനിയേൽമാർ എഴുന്നേൽക്കട്ടെ. അതുപോലെ തന്നെ ഹല്ലേലൂയ, നമുക്കറിയാം പ്രിയമുള്ളവരെ, നസ്രത്തിൽ നിന്നാണ് യേശു കടന്നു വരുന്നത്. നസ്രത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ, ഒരു അഭിപ്രായമില്ലായിരുന്നു. എന്നാൽ ആ നസ്രത്തിനെ ജനം തള്ളിക്കളയുന്ന നസ്രത്തിൽ നിന്നാണ് യേശു കടന്നു വന്നത്. ഫിലിപ്പോസ് പറഞ്ഞാണ്, കമാൻസി എന്ന് പറഞ്ഞ് വന്ന് കാണുക. ഞാൻ പറയുന്ന ആരെക്കുറിച്ചാണ്? നിങ്ങൾ വന്ന് കാണുമേൻ. നസ്രത്തിൽ ഞാൻ കണ്ട ആ വ്യക്തി തന്നെ മശികയാണ് എന്ന് ഫിലിപ്പോസ് അവരോട് നഥനിയേലിനോട് പറയുകയാണ്. ഹല്ലേലൂയ. നഥനിയേൽ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഹല്ലേലൂയ, ഇവനിൽ കപടമില്ല. നഥനിയേൽ പറഞ്ഞു, ഹല്ലേലൂയ റബ്ബി, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ കിങ് ഓഫ് ഇസ്രായേൽ. നഥനിയേൽ ആരാ, എന്താണെന്ന് യേശുവിന് അറിയാമോ? യേശു ആരാ? പ്രിയമുള്ളവർ, ദൈവപുത്രനല്ല. യേശു ആരാ? കന്യാപുത്രനല്ല. യേശു ഏകസത്യ ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യേശു ആരെക്കുറിച്ചും യേശുവിന് അറിയാം. നഥനിയേലും ഫിലിപ്പോസുമായിട്ട് സംഭാഷണം യേശുവിന് അറിയില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് നഥനിയേൽ വന്നപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നഥനിയേലിനെ കുറിച്ച് യേശു പറയാണ്, എന്ത്? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഈ നഥനിയേലിന്റെ എല്ലാ ചെയ്വനകളും, എല്ലാ പ്രവൃത്തികളും, എല്ലാ ചിന്തകളും ആർക്കറിയാമായിരുന്നു? യേശുവിന് അറിയാമായിരുന്നു.
ദൈവത്തിന് മാത്രമേ നമ്മുടെ ഉൾപ്പൂവുകളെ ഉൾനിനവുകളെ അറിയാൻ കഴിയുള്ളൂ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാം. ദൈവസന്നിധിയിൽ ഒന്നും നമുക്ക് മറയ്ക്കുവാൻ കഴിയില്ല. നമ്മുടെ ചിന്തകളെ ദൈവത്തിന് അറിയാം. അതാണ് ആദ്യമായി ഹല്ലേലൂയ ഇവിടെ നദിനയിൽ വന്നപ്പോൾ യേശു പറയാണ്, എന്ത്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഹല്ലേലൂയ, ഇവനിൽ കപടമില്ല എന്ന് പറയുകയാണ്. യോഹന്നാൻ 12-ാം അധ്യായം 20-22 നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ കാണാൻ കഴിയുന്നത്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബത്ശേബക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഹല്ലേലൂയ, അവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ നഥനയേലിനെ അടുത്ത് വന്ന് റെക്കമെൻഡ് ചെയ്യാണ്, ഞങ്ങൾ നിന്റെ ഗുരുവിനെ, നിന്റെ യേശുവിനെ കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് നഥനയേലിനെ മാത്രമല്ല അനേക യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്നത്തെ ക്രിസ്തീയ പ്രവർത്തകർക്ക് ഫിലിപ്പോസിന്റെ സാക്ഷ്യം, ഫിലിപ്പോസിന്റെ പ്രവർത്തനം, ഫിലിപ്പോസിന്റെ ആ മെത്തേഡ്, ഹല്ലേലൂയ, നമുക്ക് വളരെയധികം ഗുണകരമാണ്. അത് നമുക്കിതൊരു ഹല്ലേലൂയ ടേണിംഗ് പോയിന്റ് ആയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇതുവരെയും പ്രവർത്തിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഇവിടെ നോക്കുക, ഇവിടെ ഫിലിപ്പോസിന്റെ അടുക്കൽ ആളുകൾ വരികയാണ്, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഞങ്ങൾക്കൊന്ന് കാണിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അനേകരെ കൊണ്ടുവരുവാൻ പ്രിയമുള്ളവരെ നമ്മെ കർത്താവ് സഹായിക്കും. കർത്താവ് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. Pray God and make disciples of all the nations. Go and make disciples for all nations. നിങ്ങൾ പോകൂ, ലോകത്തിലെല്ലാവരെയും നിങ്ങൾ ശിഷ്യരാക്കുവാനാണ് കർത്താവിൻ്റെ കൽപ്പന. ഹല്ലേലൂയ. ഇവിടെ നാം എന്താണ് പ്രിയമുള്ളവരെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന, വിശ്വാസത്താൽ ലോകത്തിൻ്റെ വെളിച്ചം, ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരേക്ക് കർത്താവിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ച, നമ്മുടെ ഉൾക്കാഴ്ച, നമ്മുടെ അറിവ്, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം, അത് മറ്റുള്ളവരേക്ക് നമ്മൾ ഷെയർ ചെയ്യണം, പകരണം. ഹല്ലേലൂയ. അവർ കർത്താവിനെ അറിയുവാൻ നാം മുഖാന്തരങ്ങളായി മാറണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യുന്നത്? നാം അസാധ്യമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പറ്റുകയില്ല, ഒരു വിശ്വാസം കൂടില്ല, വരില്ല. എന്നാൽ നാം മുൻവിധിയോടെ തന്നെ കാണാതെ നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നാം നമ്മെ തന്നെ സറണ്ടർ ചെയ്യണം, സമർപ്പിക്കണം. ഹല്ലേലൂയ. നാം നമ്മെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യണം, നാം കർത്താവിന് നമ്മളെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ എവിടെ ജോലി ചെയ്യട്ടെ, നീ എവിടെ ആയിരിക്കട്ടെ, അത് കർത്താവിന് പ്രശ്നമല്ല. നീ ഇരിക്കുന്നിടത്ത്, നീ ജീവിക്കുന്നിടത്ത്, നീ താമസിക്കുന്നിടത്ത്, അവിടെ നീ കണ്ണും തുറന്ന് ചുറ്റുപാടും നോക്ക്. ആരെങ്കിലും നിനക്ക് നേടുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവ് നിന്നെ നോക്കുന്നത്, അവിടെയാണ് നിന്നെ കർത്താവ് ബലപ്പെടുത്താൻ പോകുന്നത്, അവിടെയാണ് നിന്നെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. 4-ാമത്തെ പോയിന്റ്, പ്രിയമുള്ളവരെ, ഗോഡ് വിൽ ടെസ്റ്റ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കാൻ പോവുക, ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 6-7 അധ്യായത്തിൽ കാണുന്നത്, യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നാം കാണുന്നു. ഇവിടെ ഫിലിപ്പോസിന്റെ വിശ്വാസം പരിശോധിക്കുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചെറിയതായും വലുതായാലും വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കുമ്പോൾ നീ കരയരുത്, നീ വിഷമിക്കരുത്, നീ നെടുവീർപ്പെടരുത്, നീ മാറത്തടിക്കരുത്. ഹല്ലേലൂയ. അത് പരിശോധനയാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ എന്താണ് സംഭവിച്ചത്? 6-ാം അധ്യായം 5-ാം വാക്യം മുതൽ യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വന്നിട്ട്, ഹല്ലേലൂയ, ഫിലിപ്പോസിനോടാണ് ഈ കാര്യം യേശു പറയുന്നത്. അവിടെ ഫിലിപ്പോസിന് കർത്താവ് സ്പെഷ്യലായിട്ട് കരങ്ങളെടുക്കുകയാണ്. ഫിലിപ്പോസിന് വലിയൊരു ഉത്തരവാദിത്വം കൊടുക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇവർക്ക് ആ ഭക്ഷണം കൊടുക്കണം. ആ അപ്പം എവിടുന്ന് വാങ്ങിക്കും? ഹല്ലേലൂയ. ഇവർക്ക് എവിടെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയും? ഹല്ലേലൂയ. ഇതവനെ പരീക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ചോദിച്ചത്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, നിന്റെ ചെറിയ ജീവിതത്തിൽ പോലും വലുതായാലും ചെറുതായാലും നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ പലപ്പോഴും ചില ചാൻസ്, ചില ഓപ്പർച്യൂണിറ്റി കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. ഇവിടെ ഇതുവരെയും ഉണ്ടായിരുന്ന വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി, ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി, ഹല്ലേലൂയ, ഇവിടെ യേശു ഈ ഒരു വലിയ ഉത്തരവാദിത്വം, ഹല്ലേലൂയ, ഇത് ഫിലിപ്പോസിന് കൊടുക്കുകയാണ്. അവിടെ എവിടെ കാണാൻ കഴിയുന്നത്? ഫിലിപ്പോസിനുള്ള ചോദ്യം വേറെ, മോണിറ്റർമാരായിട്ടുള്ള പല അപ്പോസ്തലന്മാർ വേറെ ഉണ്ട്. അവരുടെ ഒന്നും ചോദിക്കാത്തൊരു ചോദ്യം ദൈവം ഫിലിപ്പോസിനെ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഇതിന്റെ കർത്താവ്, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഇത് ശിഷ്യന്മാരുടെ ഡ്യൂട്ടിയും അല്ലായിരുന്നു, കർത്താവിന് ചെയ്യാനേ പറ്റുള്ളൂ.
പക്ഷേ കർത്താവ് ഇവിടെ ഒരു വലിയ ഒരു കാര്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. അതിൽ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചത് എന്താണ്? വേർ ഷാൽ ബി ബൈ ബ്രെഡ് ദാറ്റ് ദീസ് മേ ഈറ്റ്? ഇവർക്ക് ഭക്ഷിപ്പാൻ നമ്മൾ ഭക്ഷണം എവിടുന്ന് കൊടുക്കും? ഹല്ലേലൂയ. എന്നാൽ ഈ ചോദ്യം ഫിലിപ്പോസിന്റെ വിശ്വാസം എങ്ങനെയെന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസിന്റെ വിശ്വാസം ഒന്ന് പരീക്ഷിക്കുവാൻ ദൈവം കർത്താവ് അവിടെ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാധാരണ മനുഷ്യരായ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതല്ല ചോദിക്കേണ്ടത്. ഇത് സാധാരണക്കാരോട് ചോദിക്കേണ്ട സാധാരണ ചോദ്യം എന്താണ്? വേർ ഷുഡ് വി ഗെറ്റ് ദ മണി ടു ബൈ ബ്രെഡ് ഫോർ ഓൾ ദോസ് പീപ്പിൾ? നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പൈസ എവിടെ കിട്ടും? അതാണ് ചോദിക്കേണ്ടത്. പക്ഷെ അതിന് പകരം കർത്താവ് എന്താ ചോദിച്ചതെന്നറിയോ? പൈസ അല്ല ചോദിക്കുന്നത്, ഇവർക്ക് ബ്രെഡ് എവിടെ നിന്ന് കിട്ടും, ഇവർക്ക് ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് കർത്താവ് ചോദിക്കുന്നത്. കർത്താവിനറിയാം അവരുടെ കയ്യിൽ ഇന്നും ഇല്ലെങ്കിലും അവർക്ക് വാങ്ങുവാൻ കഴിയും. ഇവിടെ ഒരു ചോദ്യം എന്താ കൊണ്ടാണ് ചോദിച്ചാൽ കർത്താവ് ഫിലിപ്പോസിനോട് മാത്രം ചോദിക്കുക. കർത്താവ് ഫിലിപ്പോസിനെ കൈകളിൽ എടുക്കുക, ഫിലിപ്പോസിനെ കൊണ്ട് ഉപയോഗിക്കുക, ഫിലിപ്പോസിനോട് വിശ്വാസം വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. നീ നിന്റെ വിശ്വാസം എങ്ങനെയാണ്? നിന്റെ വിശ്വാസം എന്താണ്? ഒരു ചെറിയ പനി വന്നാൽ പോലും മാറിപ്പോകുന്ന വിശ്വാസമല്ലേ നിന്റേത്? ഹല്ലേലൂയ. ഇവിടെ വലിയൊരു ഉത്തരവാദിത്വം, വലിയൊരു റെസ്പോൺസിബിലിറ്റി കർത്താവ് സെലക്ട് ചെയ്ത് ഫിലിപ്പോസിനെ കൈകളിലെടുക്കുക, കരങ്ങളിലെടുക്കുക. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഫിലിപ്പോസിന്റെ വിശ്വാസം പരീക്ഷിക്കുക. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമുക്കറിയാം പരീക്ഷണങ്ങളെ ഘട്ടങ്ങളിൽ ഇല്ലായ്മയും ചിലപ്പോൾ ഇല്ലായ്മയാണ്, ചിലപ്പോൾ പരീക്ഷണങ്ങളാണ്, ചിലപ്പോൾ ജോലിയുടെ പ്രശ്നമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ സമാധാനമില്ല, ചിലപ്പോൾ അടിക്കടി വരുന്ന രോഗങ്ങൾ, ചിലപ്പോൾ നാളെ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന എല്ലാം തകിടം മറിയുന്ന പ്രശ്നങ്ങൾ, അവസ്ഥകൾ. ഹല്ലേലൂയ. മുൻപോട്ട് പോകാൻ കഴിയാത്ത ഓരോരോ സന്ദർഭങ്ങൾ പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ വേറൊരു പ്രശ്നം വന്ന് ക്യൂ നിൽക്കുക. ഹല്ലേലൂയ. നമ്മളോർക്കും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ വേറൊരു പ്രശ്നം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്ത്, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അദ്ദേഹം ഒരു മാസം 4 സ്കൂളിൽ ജോലി ചെയ്യാൻ പോയി. 4 സ്കൂളിലും 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫലഹൃദയം എനിക്ക് ആ വ്യക്തി അറിയാം. വേദനിക്കുന്ന, കരയുന്ന, ജോലി അദ്ദേഹത്തിന് ആവശ്യമാണ്, കാരണം കുടുംബം പോറ്റണം. എന്നാൽ അവസാനം ഒരു ജോലി കിട്ടി. ആ ജോലി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു ജോലി, 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ യാത്ര. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ദൈവം ഒരിക്കലും ആരുടെയും വഴി അടയ്ക്കുന്നവനല്ല. നീ ദൈവത്തെ പിൻപറ്റിയാൽ, നീ ദൈവത്തെ ആശ്രയിച്ചാൽ, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി പുതിയ പുതിയ വഴികളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കണ്ണിൽ, ഇന്ന് നിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലായിരിക്കാം, ശൂന്യമായിരിക്കാം. പക്ഷെ ശൂന്യതയെ മാറ്റി പ്രോസ്പിരിറ്റിയിലേക്ക്, ഹല്ലേലൂയ, നിങ്ങളെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ, പുതിയ വഴികളിലേക്ക് കൊണ്ടുപോരുവാൻ ദൈവം കരുത്തുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. പ്രിയമുള്ളവരെ, നീ ഏത് വിഷയത്തെയാണ് നീ ഭയപ്പെടുന്നത്? നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ അവർ ചെങ്കടലിൻ്റെ വക്കത്തെത്തി. അവർ വെള്ളത്തെ കണ്ട് ഭയപ്പെട്ടു. ഈ വെള്ളം ഭീകരമാണ്, ഈ വെള്ളം തിരമാലിങ്ങനെ അലയടിച്ച് വീഴുകയാണ്. അവർക്ക് മനസ്സിലായി മരിക്കും, പുറകിൽ സൈന്യം അവരെ ഫോളോ ചെയ്യുക. എന്താണ് സംഭവിച്ചത്? അവർ ഏത് വിഷയത്തെ ഭയപ്പെട്ടുവോ ആ വിഷയത്തെ അവർക്ക് അനുകൂലമാക്കി, വെള്ളത്തെ മതിലാക്കി ദൈവം മാറ്റി. അതാണ് ദൈവത്തിൻ്റെ കാര്യം. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തെ ഭയപ്പെടുന്നു ആ വിഷയത്തെ അനുകൂലമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ഭയപ്പെടുന്ന വിഷയത്തെ സാധാരണ നിന്നെ കൊണ്ട് ഈ ഭയപ്പാടുണ്ടാക്കുന്നത്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല, അത് നിന്നെ അനുകൂലമാക്കി മാറ്റുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസത്തെ കുറയ്ക്കരുത്, കൂട്ടണം. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിൽ പ്രശ്നങ്ങൾ നിന്നെ തകർക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല, നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ വിശ്വാസത്തിൻ്റെ ശോധന ഹല്ലേലൂയ അത് മനസ്സിലാക്കണം. ഫിലിപ്പോസ് കൊടുത്ത മറുപടി കേൾക്കണം. ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. 200 dinar of bread is not sufficient for them, that every one of them may have a little. 200 ദിനാർ പണം തികയിട്ടില്ല എന്ന് കർത്താവിനോട് ഫിലിപ്പോസ് പറഞ്ഞു. ഇവിടെ ഫിലിപ്പോസ് ചെയ്തത്, ഫിലിപ്പോസ് ഫോക്കസ്ഡ് ഓൺ ദ പ്രോബ്ലം, നോട്ട് ഓൺ ദി സൊല്യൂഷൻ. ഇവിടെയാണ് കർത്താവിൻ്റെ പരീക്ഷയിൽ ഫിലിപ്പോസ് പരാജയപ്പെട്ടത്.
ഫിലിപ്പോസ് പ്രോബ്ലത്തെ വലുതാക്കി കണ്ടു. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? ആ കർത്താവ് ഉദ്ദേശിച്ച ചോദ്യത്തിലേക്ക് അവൻ വന്നില്ല. അവൻ പ്രോബ്ലത്തിന് സൊല്യൂഷനിലല്ല, പ്രോബ്ലത്തെ ഇരട്ടിയാക്കാനാണ് അവൻ നോക്കിയത്. ഹല്ലേലൂയ. പ്രിയമുള്ള, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കർത്താവിനെല്ലാം സാധ്യമാണ് നമ്മൾ വിശ്വസിക്കണം. യേശുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഹല്ലേലൂയ, ഇത് ഫിലിപ്പോസ് കണ്ടതാണ്. ഫിലിപ്പോസിന് അറിയാം. ഹല്ലേലൂയ. എന്നാൽ 5.2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ കർത്താവിന് കഴിയുമോ? എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജനത്തെ കർത്താവ് ഇരുത്തുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് നുറുക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നുറുക്കലിന് നമ്മളൊന്ന് വിധേയപ്പെടാം, സറണ്ടർ ചെയ്യാം. ഈ രോഗങ്ങളും ചെറിയ പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും വിഷയങ്ങളും ടെൻഷനും എല്ലാം നുറുക്കങ്ങളാണ് പ്രിയമുള്ളവരെ. എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. പ്രശ്നത്തിൽ കൂടി, ഹല്ലേലൂയ, പ്രതികൂലങ്ങളിൽ കൂടി, ഹല്ലേലൂയ, രോഗങ്ങളിൽ കൂടി, നഷ്ടങ്ങളിൽ കൂടി, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയാ? ഇന്നത്തെ കഷ്ടത നാളെ ഒരു നല്ലതിനാന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ നുറുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭാരപ്പെടരുത്, നീ വിഷമിക്കരുത്. നിന്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും, ഹല്ലേലൂയ, നീ വിഷമിക്കരുത്. ഹല്ലേലൂയ. അത് കർത്താവിൽ നീ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വേണ്ട സമയത്ത് കയ്യിലെടുക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഞാൻ എന്ന ഭാവത്തെ നമ്മൾ നുറുക്കണം. ഈഗോ, പലർക്കും അങ്ങനെ ഈഗോ കളയാൻ വേണം. ഞാൻ ആരാ? ഈ ഞാൻ എന്നുള്ള ഭാവത്തെ നമ്മൾ നുറുക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വഭാവം നമുക്ക് ധരിക്കാൻ പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ നമ്മൾ നുറുക്കത്തിലേക്ക് ശേഷം ഒരു വലിയ പെരുപ്പം, അല്ലെങ്കിൽ ഒരു അത്ഭുതം, ഒരു അടയാളം, ഒരു പ്രോസ്പിരിറ്റിയാണ് പ്രിയമുള്ളവരെ നാം കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ സമൃദ്ധിയിലേക്ക്, വർധനവിലേക്ക്, ഹല്ലേലൂയ, നമ്മൾ കാണാൻ പോവുകയാണ്. ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറും. നിന്റെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കും. നല്ലൊരു നാളെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുക. ഹല്ലേലൂയ. നാളെ കഷ്ടതയല്ല, നാളെ നിനക്ക് സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, അവർ ഭക്ഷിച്ച് തൃപ്തരായി. 12 കൊട്ടകൾ അവിടെ നിറച്ചെടുത്തു. ജെയിംസ് 1:2-4 വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ വലിയ പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുകയും. ഈ പരിശോധന എന്തിനാ? നമ്മളെ സ്ഥിരമാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. 1 പത്രോസ് 1:6 നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ഇവിടെ ഫിലിപ്പോസിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ പിൽക്കാലത്ത് ഏറ്റവും വലിയ ഒരു വിശ്വാസക്കാരനായി, ഒരു മിഷണറിയായിട്ട് ഫിലിപ്പോസ് രൂപാന്തരപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നത്തെ വിശ്വാസം പോരാ പ്രിയമുള്ളവരെ. വിശ്വാസത്തിൻ്റെ പരിശോധിച്ചുളയിൽ കൂടി നാം കൊള്ളാവുന്നവരായി കർത്താവ് നമ്മളെ മാറ്റും. ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ തകരാതെ ഉറച്ചു നിൽക്കുവാൻ ഈ കർത്താവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ള 5ാമത്തെ പോയിന്റ്, വി മസ്റ്റ് സീക്ക് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ളൊരു ശക്തമായ ബന്ധം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, കർത്താവ് ഒന്നിനും നമ്മളെ നിർബന്ധിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണമെന്ന് അവൻ പറയുന്നു. തീരുമാനം അതാണ് നമ്മുടേതാണ്. ഓരോരുത്തർക്കും ചോയ്സ് ഉണ്ട്. ഫിലിപ്പോസ് 3 വർഷത്തോളം, ഹല്ലേലൂയ, കർത്താവിനോട് കൂടി ചേർന്നിരുന്നു. കർത്താവിന് ഉപദേശം കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു, ഹല്ലേലൂയ, അടയാളങ്ങളും കണ്ടു. എന്നാൽ മറ്റു ശിഷ്യന്മാർക്കില്ലാത്തൊരു ഒരു പ്രധാന ചോദ്യം കർത്താവ് ചോദിച്ചത് ആരോടാ? ഹല്ലേലൂയ. പത്രോസിനോടല്ല, യോഹന്നാനോടല്ല, അത് ഫിലിപ്പോസിനോടാണ് കർത്താവ് ചോദിച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ 14:7-11 വരെ വായിക്കുമ്പോൾ, ഫിലിപ്പോസ് അവനോട് കർത്താവിനോട് ഫിലിപ്പോസ് അടുത്ത് വന്നപ്പോൾ, ഒരു ക്ലോസ് റിലേഷൻ ആയപ്പോൾ, കർത്താവിനോട് ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇതാണ് നമ്മുടെ കുറിവാക്യം. കർത്താവ് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം എല്ലാ ശിഷ്യന്മാർക്കും സംശയമായി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പിതാവിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം, കർത്താവിൻ്റെ പിതാവിനെ കുറിച്ച് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം, കേൾക്കാം. അങ്ങനെ ഒരു ദിവസം ശിഷ്യന്മാരെല്ലാം കൂടി യുനാനിമസായിട്ട് ആലോചിച്ചിട്ട് ആ ജോലി ഫിലിപ്പോസിന് കൊടുത്തു. ഫിലിപ്പോസ് എന്തെടുത്തു? ഫിലിപ്പോസ് വളരെ ശ്വാസം അടക്കി, വളരെ ഭവ്യതയോടുകൂടി കർത്താവിനോട് ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയാം? കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. എന്നാൽ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു.
ഇത് കേട്ട പാടെ യേശു പറഞ്ഞ മറുപടി, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? 3.5 വർഷമാകുക കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ സംസാരം കേട്ട്, ഉപദേശം കേട്ട്, കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് കർത്താവിനെ രുചിച്ചറിഞ്ഞ ആ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ഫിലിപ്പോസ്, ഈ ചോദ്യം കർത്താവിന് മുമ്പിൽ വെക്കുകയാണ്, പ്രസ്താവിക്കുകയാണ്. എന്ത്? ഹല്ലേലൂയ, നിന്റെ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ യേശു പറഞ്ഞ മറുപടി, ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? പ്രിയമുള്ള 2000 വർഷമായി ഈ ചോദ്യം ഇന്നും മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം തീർന്നതാ, ഈ വിഷയത്തിന് പരിഹാരം അന്നേ ഉള്ളതാ. പക്ഷെ ഇന്നും രാവിലെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പം 2-3 സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷൗട്ട് ചെയ്യുക. ഒരാൾ പറഞ്ഞ പിതാവുണ്ട്, വേറൊരാൾ പറഞ്ഞ പിതാവില്ല. ആർക്കും എന്തിനു തർക്കിക്കുന്നു? യേശു താൻ സ്വയം ഈ വിഷയത്തിന് പരിഹാരം കൊടുത്തതാ. യേശു എന്താ പറഞ്ഞത്? ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്നെ കണ്ടാൽ, യേശുവിനെ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി പിതാവിനെയും കണ്ടെന്ന അർത്ഥം. പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നത് നീ വിശ്വസിക്കുന്നില്ലയോ? പിതാവ് യേശുവിലും യേശുവിൽ പിതാവ്, പിതാവ് യേശുവിൽ യേശുവിൽ പിതാവ്. അതുപോലെ തന്നെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തിച്ച്, പിതാവെ, പ്രിയമുള്ളവരെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് യേശു എന്നെ വിശ്വസിപ്പീൻ. Philipos said, Lord, show us the Father and it is sufficient for us. ഞങ്ങൾക്ക് നിന്റെ പിതാവിനെ ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ യേശു പറയാണ്, എന്നെ കണ്ടവരുടെ പിതാവിനെ കണ്ടിരിക്കുന്നു. മറ്റാരും ചോദിക്കാത്ത ചോദ്യം, പ്രിയമുള്ളവരെ, ഫിലിപ്പോസ് വളരെ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. മറ്റാർക്കും ചോദിക്കാൻ മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്ന ആരും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. കർത്താവ് ഭൂമിയിൽ കടന്നു വന്നത്, പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ പേര് മനുഷ്യപുത്രൻ എന്നുണ്ട്, അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. അവൻ ലോകത്തിൽ അങ്ങനെയാണ് അവനെ ലോകക്കാർ വിളിച്ചത്. പുറപ്പാട് ദിവസം 4-22 വാക്യത്തിൽ പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പുത്രൻ എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പൊ പുത്രൻ എന്ന് പറഞ്ഞ യേശു മാത്രമല്ല, ഇസ്രായേലും പുത്രനാണെന്ന് ആ വാക്യം വെളിപ്പെടുത്തുക. 1 കൊരിന്ത്യർ 8:6 പറയുന്നത്, പിതാവായ ഏകദൈവം നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. പ്രിയമുള്ള യേശു ക്രിസ്തു ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലതും, അവൻ മുഖാന്തരം നാമുമാകുന്നു. യോഹന്നാൻ 10:30 നമ്മൾ വരുമ്പോൾ ആ വാക്യം അല്പം കൂടെ സ്പഷ്ടമാണ്. എന്ത്? ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവിനെയും രണ്ടാന്ന് പറയുന്ന ഏതെങ്കിലും മാന്യന്മാരുണ്ടോ? യേശു പറഞ്ഞ പിന്നെ അപ്പുറം വല്ല ഉണ്ടോ? യേശു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു എക്സ്ട്രയുടെ ആവശ്യമുണ്ടോ? യോഹന്നാൻ 12:45 പറയുന്നത്, എന്നെ കാണുന്നവർ എന്നെ അയച്ചവനെ കാണുന്നു. When they looks at me, he sees the one who sent me. യെശയ്യാ 6:4-8 വായിക്കുമ്പോൾ, എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾക്ക് കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ യഹോവ ശിക്ഷിതാവെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ ശിക്ഷിതാവാക്കി വിളിച്ചിരിക്കുക. ഫാദർ എന്ന് പറയുന്ന യഹോവയുടെ സ്ഥാനപ്പേരാണ് നമ്മൾ മനസ്സിലാക്കണം. പിതാവും പുത്രനും ഒരു വ്യക്തിയുടെ സ്ഥാനപ്പേരുകളാണ്. സെർവന്റ് എന്നും യഹോവയെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് യഹോവ എന്ന പേരുമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ സേവിയർ എന്ന് സംബോധിതമായിട്ട് നമ്മൾ വായിക്കുന്നു. റിഡീമർ, ഗുഡ് ഷെപ്പേർഡ് എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സത്യദൈവത്തിന്റെ സ്ഥാനപ്പേരുകൾ മാത്രമാണ് ഫാദർ, സൺ എന്നൊക്കെ പറയുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ സൺ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 1:1 നമ്മളൊരു വാക്യം വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയമുള്ളവർ, 1:14 വരണം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം, പ്രിയമുള്ളവർ, അദൃശ്യനാണ്. ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയില്ല. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ശരീരമില്ല, മജ്ജയില്ല, മാംസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പൗലോസ് പ്രത്യേകം പറഞ്ഞത് ദൈവാത്മാവാണ്, കർത്താവ് ആത്മാവാണ്. ആത്മാവ് ദൈവത്തിന് രൂപമില്ല. പിന്നെ ഈ ദൈവം ഒരു മനുഷ്യവേഷം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി അവൻ ഭൂമിയിലേക്ക് കടന്നു വരികയുണ്ടായി. എന്തിനു വേണ്ടി? ഏതെനിൽ നാം മനുഷ്യജാതി ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യ ദൈവത്തിൽ നിന്ന് അകന്നു. ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യവേഷത്തിൽ വന്നു. അതാണ് മക്കൾ, എബ്രായ ലേഖനം പറയുന്നത്, മക്കൾ ജഡരക്തമോട് കൂടിയതായതുകൊണ്ട് അവനും അവരെ പോലെ ഭൂമിയിൽ കടന്നു വന്നു. അതുപോലെ തന്നെ കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിയുടെയും ആദ്യജാതനാകുന്നു. അദൃശ്യനായ ദൈവം ദൃശ്യനല്ല, ദൈവം അദൃശ്യനാണ്. ആ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, ഇമേജാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കൊലോസ്യർ 2:9 അവനല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിനൊരു ബോഡി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പഴയ നിയമത്തിൽ കാണുന്ന യഹോവ അത് ഫിസിക്കൽ ഫോമാണ്. യേശു എന്ന് പറയുന്നത് ഹ്യൂമൻ ഫോമാണ്. ഇന്ന് നമ്മൾ ആ ബൈബിൾ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഫിസിക്കൽ ഫോം, യഹോവ ഹ്യൂമൻ ഫോമാണ് യേശു എന്ന് പറയുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണവും ഒരു ദേഹരൂപമായി വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മാവായ ദൈവം യേശുവിൽ കൂടി ദേഹധാരിയായി നമ്മൾ മനസ്സിലാക്കണം. എബ്രായർ 2:14 മക്കൾ ജഡരക്തം കൂടിയതായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. ഈ മനുഷ്യരാ മക്കൾ എന്ന് പറയുന്നത്. മക്കൾ ജഡരക്തമായതുകൊണ്ട് ദൈവം തൊടുത്തു ഒരു ജഡരക്തമായി വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നു. അഖിലാണ്ട ഘടാകത്തിന്റെ നിർമ്മാതാവായ ദൈവം മാനവനെ രക്ഷിക്കുവാൻ വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. പ്രിയമുള്ളവരെ, ഫിലിപ്പ് 2:6 അല്പം കൂടെ വ്യക്തമായി പൗലോസ് പറയുക. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ ഏറ്റവും അതിമനോഹരവും ഗംഭീരവും സ്പഷ്ടമായ വാക്യം ഏതെന്ന് ചോദിച്ചാൽ ഫിലിപ്പ് 2:6. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തിലുള്ള സകല സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഇതിൽ പരം എന്ത് വേണം? പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ആ പഴയ നിയമത്തിൽ യഹോവയ്ക്ക് വേണ്ടി മാത്രം വാദിച്ച പൗലോസ് ആ യഹോവയെ യേശുവായിട്ട് തന്റെ ലേഖനങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അടുത്ത എൻ്റെ ഒരു പ്രസംഗം അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്ത്? പ്രിയമുള്ളവരെ, വേഷത്തിൽ മനുഷ്യനായി യേശു ഭൂമിയിൽ കടന്നു വന്നു. കർത്താവ് മനുഷ്യനല്ല, മറിച്ച് ഹല്ലേലൂയ അവൻ വേഷത്തിൽ ആ മനുഷ്യനായി. പിതാവ് ആരാണെന്നുള്ള ചിന്ത ഫിലിപ്പോസിനെ, പ്രിയമുള്ളവരെ, കർത്താവിനെ ചോദിക്കാൻ പ്രേരിപ്പിക്കുക. എല്ലാറ്റിനുപരിയായി കർത്താവിനെ അറിയുവാൻ ഫിലിപ്പോസ് ആഗ്രഹിച്ചു. നീ കർത്താവ് ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അന്തർദൃഷ്ടി തുറക്കട്ടെ. നീ ദർശനത്താലും വെളിപ്പാടിലായിട്ടും നീ പോകുമ്പോൾ നിന്റെ കർത്താവ് നിന്നിലേക്ക് നിന്റെ ആത്മാവിനെ അയക്കും. അപ്പോൾ വചനത്തിലുള്ള അനേക വെളിപ്പാടുകൾ നിനക്ക് ദൃശ്യമാകും. നിന്നെ കർത്താവ് വെളിപ്പെടുത്തും. ഇന്ന് പലയിടത്തും കാണാൻ വെളിപ്പാട് ദർശനത്തെയൊക്കെ മനുഷ്യനെ കളിയാക്കുക. ഇതൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഈ കളിയാക്കുന്നവർക്ക് ഇതില്ല, അതുകൊണ്ട് മറ്റുള്ളവർക്കും ഉണ്ടാകരുതെന്നാണ് അവർ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പ്രിയമുള്ളവരെ, കർത്താവ് പറയും, എന്നെ കണ്ടവരെന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവ് ഒന്നാണ്. യോഹന്നാൻ 10:30. ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാകുന്നു. പിതാവ് എന്നിലും ഞാൻ പിതാവിനും നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടത് പ്രവൃത്തിയെ വിശ്വസിപ്പിക്കും. ജോൺ 14:16 വരുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. യേശുവിനെ കൂടാതെ പോക്കില്ലെന്നർത്ഥം. ഹല്ലേലൂയ. ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മുമ്പ് വർഷങ്ങളോളം യേശുവിന്റെ കൂടെ യേശുവിനെ മനസ്സിലാക്കി രുചിച്ചവർ, അത്ഭുത അടയാളങ്ങൾ കണ്ട ആ ശിഷ്യന്മാർ, ഹല്ലേലൂയ, അവർ ഫിലിപ്പോസിനെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചതാണ്. ഹല്ലേലൂയ. യേശു ആരെന്ന് അവർ അറിയാൻ അവർ തയ്യാറായി. അവരുടെ മനസ്സ് കത്തുകയാണ്, യേശു ആരാണ്. നീ യേശു ആരാണെന്ന് അറിയാതെ നീ എന്തെല്ലാം ചെയ്താലും, പ്രിയമുള്ളവരെ, വചനം വെച്ച് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യേശുവിനെ നിനക്ക് മനസ്സിലാവില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ കാണാൻ സ്വർഗീയ പിതാവിനെ യേശു വെളിപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ചോദിക്കുകയായിരുന്നു, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ശിഷ്യന്മാരെ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കിയില്ല? ശിഷ്യന്മാരെ, ഞാൻ ആരാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല?
ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം ഇന്ന് നമുക്കൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ഇന്ന് കർത്താവിനെ പലരും അറിയുന്നില്ല. ഹല്ലേലൂയ. ബൈബിൾ അധ്യയനം കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു. കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവനാര് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ കടന്നു വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സംശയങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരീക്ഷണങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഹല്ലേലൂയ, ഇതിനെല്ലാം മറുപടി ലഭിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കർത്താവ് ആരാണെന്ന് നീ മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ ചെവിയിലേക്ക്, കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് യേശുവിൻ്റെ വാക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഉദ്ദേശത്തിൽ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുവാൻ നമ്മളെ സറണ്ടർ ചെയ്യാം. ഹല്ലേലൂയ. വിശ്വാസം പരീക്ഷിക്കുമ്പോൾ നീ മടുത്തു പോകരുത്. ഹല്ലേലൂയ. ഇത് പരിശോധന നീ ചിന്തിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് ആരാണെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു പാട്ടിൻ്റെ 2 ലൈൻ മാത്രം പാടി ഞാൻ ഈ വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കരുണയൻ സാഗരമേ, ശോക കൊടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സ്വാന്തനമായി നടത്താ. മേഘത്തിൻ തണലരുളി എന്നെ സ്വാന്തനമായി നടത്താ. കൃപയരുൾക, കൃപയരുൾക, അളവെന്നെ പകർന്നിടുക. ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുൾക. കരുണയുള്ള ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സായം സന്ധ്യയിൽ നിന്റെ വചനം കർത്താവ് കേൾപ്പിക്കുന്ന ഹല്ലേലൂയ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കേട്ടത് കൂടുതൽ അവർക്ക് മനസ്സിലായി. അവർ നിന്നെ കൂടുതൽ നിന്നോട് അടുക്കുവാൻ കർത്താവ് നീ സഹായിക്കണം. അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, അവരുടെ വിഷമങ്ങൾ മാറട്ടെ, അവർ നിന്നെ കൂടുതലായിട്ട് അറിയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ആസ്വദിക്കുന്നു. ഓരോരുത്തരും സഹായിച്ചാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.